നമസ്കാരം. മോർണിംഗ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബോച്ചെ പുറത്തേക്ക്, രാഹുൽ അകത്തേക്ക്. ബോച്ചയ്ക്ക് ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങളിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വീണ്ടും. നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിന്റെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിനും റോഡ് ഷോയ്ക്കും ദുബായിൽ തുടക്കമായി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. മകരസംക്രാന്തി ദിനത്തിൽ ത്രിവേണി സംഗമ ഭൂമിയിലെത്തി അമൃത സ്നാനം നടത്തി തീർത്ഥാടകർ. 3 കോടി ഭക്തർ ഇന്ന് സ്നാനത്തിനെത്തുമെന്ന് പ്രതീക്ഷ. ഡബ്ലിൻ സിറ്റി സെന്ററിൽ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയ 38-കാരന് 16 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോടതി. ബ്രിട്ടനിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് പുറത്ത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇത്തരം കേസുകളിൽ 550% വർധനവ് ഉണ്ടായെന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്ന ജനുവരി 20 അന്തിമ തീയതിയായി നിശ്ചയിച്ച് ഖത്തറിലെ ദോഹയിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള തിരക്കിട്ട ചർച്ചകൾ. ലോസ് ഏഞ്ചൽസിന് ചുറ്റും പടരുന്ന കാട്ടുതീ ആളിക്കത്തിക്കാൻ അപകടകരമായ സാന്ത അന കാറ്റ് എന്നറിയപ്പെടുന്ന ഉഗ്രമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ്. പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ PV അൻവറിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന് ഇനി മറുപടിയില്ല എന്നും UDFിൽ പോകാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ. ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിനായി ഭക്തജനലക്ഷങ്ങൾ. സർവ സജ്ജീകരണങ്ങളുമായി ദേവസ്വം ബോർഡ്. വാർത്തകൾ വിശദമായി. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി. അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി നടത്തിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതെന്ന് കോടതി രൂക്ഷമായി വിമർശിച്ചു. ബോബിയുടെ പരാതിയിൽ ദ്വയാർത്ഥമില്ലെന്ന് പറയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതോടെ അത്തരം പരാമർശങ്ങൾ പിൻവലിക്കുന്നതായി ബോബിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിച്ചത്. വ്യാഴാഴ്ച മുതൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിലാണ്. ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിനാണ് കോടതിയുടെ വിമർശനം. തുടരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ആർക്കെതിരെ എന്തും സമൂഹമാധ്യമങ്ങളിൽ എഴുതാമെന്ന അവസ്ഥയാണെന്നും സർക്കാർ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരും സെലിബ്രിറ്റിയാണെന്നാണ് വാദമെന്നും എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പ്രതിഭാഗം അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു. നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിന്റെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിനും റോഡ് ഷോയ്ക്കും ദുബായിൽ തുടക്കമായി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം UAE സ്വീകരിച്ചു. UAE ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസൻ അൽ സുവൈദി വ്യവസായ മന്ത്രി P രാജീവുമായി അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2 ദിവസത്തെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിലും റോഡ് ഷോയിലുമായി പ്രധാന വ്യവസായികൾ, വാണിജ്യ സംഘടനകൾ എന്നിവരുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MS യൂസഫ് അലിയും വ്യവസായ വകുപ്പിലെ ഉന്നതോത്സവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മകരസംക്രാന്തി ദിനത്തിൽ ത്രിവേണി സംഗമ ഭൂമിയിലെത്തി അമൃത സ്നാനം നടത്തി തീർത്ഥാടകർ. സനാതന ധർമ്മത്തിലെ 13 അകാരകരും ആദ്യ അമൃത സ്നാനത്തിൽ പങ്കെടുക്കുമെന്നതിനാൽ സംക്രാന്തി ദിനത്തിലെ പുണ്യസ്നാനം ഏറെ സവിശേഷതയുള്ളതാണ്. ആദ്യ ദിനമായ തിങ്കളാഴ്ച 1.5 കോടി പേർ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയിരുന്നു. മകരസംക്രാന്തി ദിനമായ ചൊവ്വാഴ്ച അതിരാവിലെ കുംഭമേളയുടെ സ്നാനഘട്ടുകളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സംക്രാന്തി ദിനത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ 3 കോടി ഭക്തർ പ്രയാഗ്രാജിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഡബ്ലിൻ സിറ്റി സെന്ററിൽ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയ 38-കാരന് 16 വർഷത്തെ തടവ് ശിക്ഷ. ഡബ്ലിൻ സർക്യൂട്ട് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആക്രമണത്തിൽ ഒരു പുരുഷനും സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ. ഒടുവിൽ ഇന്ത്യക്കാരിക്ക് രാജാവിന്റെ പുരസ്കാരം. ഡബ്ലിൻ ഹെൻറിയേറ്റ പ്ലേസിലെ ജൊനാഥൻ കമ്മിൻസ് കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തി. 2023 നവംബർ 2-ന് ജെർവീസ് സ്ട്രീറ്റിലാണ് കുറ്റകൃത്യങ്ങൾ നടന്നത്. മുർലെയിനിൽ മറ്റൊരു സ്ത്രീയെ ഗുരുതരമായി ഉപദ്രവിച്ച കേസിൽ കമ്മിൻസ് കുറ്റസമ്മതം നടത്തിയിരുന്നു. ബ്രിട്ടനിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇത്തരം കേസുകളിൽ 550% വർധനവ് ഉണ്ടായെന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ. 2016-ൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന 1157 കേസുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തോടെ ഈ കേസുകൾ ഏകദേശം 546% വർദ്ധിച്ചു. 7479 ആയതാണ് വ്യക്തമാക്കുന്നത്. വ്യക്തികളും സംഘങ്ങളും നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ചേർത്താണ് ഹോം ഓഫീസ് കണക്കുകൾ.
കഴിഞ്ഞ 2 ദശകത്തിനിടെ കുട്ടികളെ ഈ വിധത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതിൽ വൻ വർധനവ് ഉണ്ടായെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്ന ജനുവരി 20 അന്തിമ തീയതിയായി നിശ്ചയിച്ച് ഖത്തറിലെ ദോഹയിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. വെടിനിർത്തലിനുള്ള കരാറിന്റെ അവസാന കരട് ഇസ്രയേലിനും ഹമാസിനും കൈമാറി. ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കൂടി പങ്കെടുത്ത ചർച്ചകളിൽ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് നിർണായക വഴിത്തിരിവുണ്ടായത്. 15 മാസം നീണ്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലെ നിർണായക നീക്കമാണിത്. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ഉദ്യോഗസ്ഥരും അറിയിച്ചു. ലോസ് ഏഞ്ചൽസിന് ചുറ്റും പടരുന്ന കാട്ടുതീ ആളിക്കത്തിക്കാൻ അപകടകരമായ സാന്ത അന കാറ്റ് എന്നറിയപ്പെടുന്ന ഉഗ്രമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച രാത്രിയിൽ ആരംഭിച്ച് ബുധനാഴ്ച വരെ തീപിടുത്ത മേഖലകളിൽ മണിക്കൂറിൽ 64 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും പർവ്വതങ്ങളിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് 24 സാന്ത അന കാറ്റ് വ്യാപിപ്പിച്ച കാറ്റ് കാരണം വരൾച്ചയും ബാധിച്ചു. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൗറി, കാൻസസ്, കെൻറ്റക്കി, വെർജീനിയ, മേരിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കെയാണ് US-ന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയെ കാട്ടുതീ വിഴുങ്ങിയത്. കാട്ടുതീയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം എരിഞ്ഞമർന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി UK-യിലെ OICC നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ഔദ്യോഗിക വക്താവ് റോമി കുര്യാക്കോസ് എന്നിവരാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. 3 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ OICCയുടെ പ്രവർത്തന പുരോഗതി AICCക്ക് മുമ്പാകെ വിശദീകരിക്കുകയും സംഘടനയുടെ 3 മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് നേതാക്കൾ ദീപാദാസ് മുൻഷിക്ക് കൈമാറുകയും ചെയ്തു. ഇതാദ്യമായാണ് OICCയുടെ പ്രവർത്തന വിശദാംശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് AICC നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നതെന്നും അതും തികച്ചും അഭിനന്ദനാർഹമാണെന്നും ദീപാദാസ് മുൻഷി അറിയിച്ചു. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി സോറൻ മിലനോവിച്ച് പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം ഘട്ട വോട്ടെടുപ്പിൽ ഭരണകക്ഷിയിലെ ട്രെഗർ പ്രിമറോക്കിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. പോൾ ചെയ്തതിൽ 74% വോട്ട് മിലനോവിച്ച് നേടി. ജനപ്രിയ നേതാവായ മിലനോവിച്ച് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോ സഖ്യത്തിന്റെയും കടുത്ത വിമർശകനാണ്. ഇന്ത്യ സഖ്യകക്ഷി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേജ്രിവാൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും മോദിയെപ്പോലെ നിശബ്ദനാണെന്നും ആരോപിച്ചായിരുന്നു രാഹുൽ ആഞ്ഞടിച്ചത്. തിങ്കളാഴ്ച ഡൽഹിയിലെ സീലാംപൂർ മേഖലയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. വിലക്കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും അരവിന്ദ് കേജ്രിവാളും അതിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുൻകാലങ്ങളിലെന്ന പോലെ വികസനം ഉറപ്പാണ്. BJPക്കോ കേജ്രിവാളിനോ കഴിയാത്തതും കോൺഗ്രസ് ചെയ്യും എന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ സംവരണ പരിധി വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകി. BJP സാമ്പത്തിക വിഭാഗം അധ്യക്ഷൻ MS ഷാ പോക്സോ കേസിൽ അറസ്റ്റിൽ. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മധുര സൗത്ത് ഓൾ വിമൻ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് നടപടി. 15 വയസ്സുള്ള മകളുടെ മൊബൈൽ ഫോണിൽ MS ഷാ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും ഇരുചക്ര വാഹനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായും പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തന്റെ ഭാര്യയ്ക്ക് ഷായുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും മകളെ പീഡിപ്പിച്ച കാര്യം അറിയാമായിരുന്നുവെന്നും പരാതിയിൽ ആരോപിച്ചു. തുടർന്ന് ഇയാളുടെ ഭാര്യയ്ക്കെതിരെയും ഷായ്ക്ക് എതിരെയും പോലീസ് കേസെടുക്കുകയായിരുന്നു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനായി BJP രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിനായി ദേശീയ തലത്തിൽ രൂപവൽക്കരിച്ച സമിതിയിൽ കേരളത്തിൽ നിന്ന് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി അംഗമാണ്. ഒറ്റ തെരഞ്ഞെടുപ്പ് വിഷയം വിശദീകരിക്കാൻ സംസ്ഥാനങ്ങൾ തോറും സമ്മേളനങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയവ വിളിച്ചു ചേർക്കുക, മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ദൗത്യങ്ങൾ. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മേൽനോട്ട ചുമതലയാണ് അനിൽ ആന്റണിക്ക്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചു. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനു പിന്നാലെ രാഷ്ട്രപതി ഉത്തരവിൽ ഒപ്പുവച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്തത്. സുപ്രീം കോടതി ജഡ്ജിമാരിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇല്ലാത്ത സാഹചര്യം കൊളീജിയം പരിഗണിച്ചു. മലയാളിയായ ജഡ്ജി CT
രവികുമാർ കഴിഞ്ഞയാഴ്ച വിരമിച്ചിരുന്നു. വിനോദ് ചന്ദ്രൻ 2011 മുതൽ 2023 വരെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. 2023 പട്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ഇദ്ദേഹം നോർത്ത് പറവൂർ സ്വദേശിയാണ്. രാജിവെച്ച നിലമ്പൂർ MLA PV അൻവറിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. അൻവർ ശത്രുവായി പ്രഖ്യാപിച്ചയാളാണ് P ശശിയെന്നും ആ ശശി പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നുമാണ് ഇപ്പോൾ പറയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിന് ഇനി മറുപടിയില്ല എന്നും UDF-ൽ പോകാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് LDF തയ്യാറാണെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിനായി തമ്പടിച്ച് ഭക്തജന ലക്ഷങ്ങൾ. സർവ്വ സജ്ജീകരണങ്ങളുമായി ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. തിങ്കളാഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ശബരിമല ചീഫ് പോലീസ് കോഓർഡിനേറ്റർ S ശ്രീജിത്ത്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ, സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ V അജിത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട പരിശോധന പൂർത്തിയാക്കി. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും ജ്യോതി ദർശിക്കുന്ന മറ്റിടങ്ങളിലും തമ്പടിച്ചിരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെയും വനംവകുപ്പിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയും വെളിച്ചത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓരോ ഭക്തനും സ്വയം നിയന്ത്രിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഹൃദയപൂർവ്വം ആരോഗ്യ പദ്ധതി മാത്രമല്ലെന്നും മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രക്തജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ പൊതുചടങ്ങായിരുന്നു ഇത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിലേക്ക് ഈ പരിപാടി എന്നെ നയിച്ചു. കേരളം എല്ലാ മേഖലയിലും വികസിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കും വിധം അത് പ്രയോജനപ്പെടുത്തണം. നമ്മളെല്ലാം ഒന്നാണ്. നമുക്കിടയിൽ ജാതി, മത, ഭാഷ, രാഷ്ട്രീയ വേർതിരിവുകൾ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. 14ാമത് ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി VN വാസവൻ അദ്ദേഹത്തിന് സമർപ്പിച്ചു. പുരസ്കാര സമർപ്പണത്തിന് മുൻപ് കീർത്തിപത്രം വായിച്ചു. പ്രധാനപ്പെട്ട അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് കൈതപ്രം രൂപം നൽകി എന്നും ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗാനാലാപകൻ, അഭിനേതാവ്, അങ്ങനെ അദ്ദേഹം എല്ലാ മേഖലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചു എന്നും VN വാസവൻ പറഞ്ഞു. ഇത്തവണത്തെ തീർത്ഥാടന കാലം പരാതി രഹിതമായിരിക്കുന്നെന്നും കൂട്ടായ പരിശ്രമമാണ് നടന്നതെന്നും VN വാസവൻ പറഞ്ഞു. ശബരിമലയിലെ മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായാണ് എല്ലാ വർഷവും ഹരിവരാസനം അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 1 ലക്ഷം രൂപ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 105.60 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.54 ഇന്ത്യൻ രൂപ, 1 യൂറോ 88.67 രൂപ, 1 പൗണ്ട് 1.22 US ഡോളർ. ISL-ൽ ഒഡീഷ FCയെ വീഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. ആദ്യ പകുതിയിൽ 1-0 പിന്നിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 ഒഡീഷയെ വീഴ്ത്തിയത്. ബ്ലാസ്റ്റേഴ്സിനായി കോമെ പെപ്ര, ജസൂസ് ഹിമനസ്, നോഹ സദോയി എന്നിവർ ഗോളുകൾ നേടി. വിജയിച്ചതോടെ 16 കളികളിൽ നിന്ന് 20 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തേക്ക് കയറി. സീസണിലെ 5ാം തോൽവി വഴങ്ങിയ ഒഡീഷ 21 പോയിന്റുമായി 7ാം സ്ഥാനത്ത് തുടരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബോച്ചെ പുറത്തേക്ക്, രാഹുൽ അകത്തേക്ക്. ബോച്ചയ്ക്ക് ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങളിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വീണ്ടും. നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിന്റെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിനും റോഡ് ഷോയ്ക്കും ദുബായിൽ തുടക്കമായി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. മകരസംക്രാന്തി ദിനത്തിൽ ത്രിവേണി സംഗമ ഭൂമിയിലെത്തി അമൃത സ്നാനം നടത്തി തീർത്ഥാടകർ. 3 കോടി ഭക്തർ ഇന്ന് സ്നാനത്തിനെത്തുമെന്ന് പ്രതീക്ഷ. ഡബ്ലിൻ സിറ്റി സെന്ററിൽ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയ 38-കാരന് 16 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോടതി. ബ്രിട്ടനിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ
വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് പുറത്ത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇത്തരം കേസുകളിൽ 550% വർധനവ് ഉണ്ടായെന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്ന ജനുവരി 20 അന്തിമ തീയതിയായി നിശ്ചയിച്ച് ഖത്തറിലെ ദോഹയിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള തിരക്കിട്ട ചർച്ചകൾ. ലോസ് ഏഞ്ചൽസിന് ചുറ്റും പടരുന്ന കാട്ടുതീ ആളിക്കത്തിക്കാൻ അപകടകരമായ സാന്ത അന കാറ്റ് എന്നറിയപ്പെടുന്ന ഉഗ്രമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ്. പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ PV അൻവറിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന് ഇനി മറുപടിയില്ല എന്നും UDFിൽ പോകാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ. ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിനായി ഭക്തജനലക്ഷങ്ങൾ. സർവ സജ്ജീകരണങ്ങളുമായി ദേവസ്വം ബോർഡ്. മോർണിംഗ് ടോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.